നമസ്കാരം. 2008 നവംബർ 26-ന് അറബിക്കടലിലെ കടൽ മാർഗം മുംബൈയിലേക്ക് നുഴഞ്ഞുകയറിയ 10 പാകിസ്ഥാൻ ഭീകരർ ഒരു റെയിൽവേ സ്റ്റേഷൻ, 2 ആഡംബര ഹോട്ടലുകൾ, ഒരു ജൂത കേന്ദ്രം എന്നിവയ്ക്ക് നേരെ സംഘടിതമായ ആക്രമണം നടത്തി. രാജ്യമെമ്പാടും ഞെട്ടൽ സൃഷ്ടിച്ചതും ഇന്ത്യയെയും പാകിസ്ഥാനെയും യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചതുമായ ഏകദേശം 60 മണിക്കൂർ നീണ്ട ആക്രമണത്തിൽ സുരക്ഷാ സേനയും സാധാരണക്കാരും ഉൾപ്പെടെ 166 പേർ കൊല്ലപ്പെട്ടു. മുംബൈ ആക്രമണത്തിന്റെ ഉത്തരവാദികളായ സംഘത്തിന് സാമ്പത്തിക സഹായം നൽകിയതിന് പാകിസ്ഥാൻ കനേഡിയൻ പൗരനായ റാണയെ US-ൽ ശിക്ഷിച്ചു. വർഷങ്ങളായി ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് മാറ്റാൻ ശ്രമിച്ചിരുന്നു. US സുപ്രീം കോടതിയുടെ സമീപകാല തീരുമാനം അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് മാറ്റുന്നതിന് വഴിയൊരുക്കി. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഇരകൾ നീതി ഉറപ്പാക്കുന്നതിൽ റാണയെ കൈമാറുന്നത് ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹവൂർ റാണയെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ചർച്ചയാവുകയാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ അവസാന വാക്കുകളും. ആരും ഇങ്ങോട്ട് വരേണ്ട, ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. ഇതായിരുന്നു സന്ദീപിന്റെ വാക്കുകൾ. എന്തായാലും മോദി സർക്കാരിന്റെ തീവ്രവാദത്തോടുള്ള പകരം വീട്ടൽ തന്നെയാണ് ഇത്. നിരവധി ഉദ്യോഗസ്ഥരാണ് ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞത്. അവർക്കായി ഒന്നും ചെയ്യാൻ കോൺഗ്രസ് എന്ന നോക്കുകുത്തികൾക്കായില്ല. അവിടെ വിജയിച്ചത് മോദി അമിത്ഷാ തന്ത്രങ്ങളായിരുന്നു. തന്റെ സഹപ്രവർത്തകർ അപകടത്തിൽ പെടരുതെന്ന് കരുതി സ്വയം ജീവത്യാഗം ചെയ്ത ആ ധീര സൈനികന്റെ ഓർമ്മകൾ ജീവിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബമെന്ന്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹവൂർ റാണയെ ചോദ്യം ചെയ്യലിനായി ഇന്ത്യയിൽ എത്തിക്കുന്നതിനെ കുറിച്ച് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ പിതാവ് K. ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു. മുംബൈ ഭീകരാക്രമണത്തിന്റെ ഇരയല്ല സന്ദീപെന്നും തന്റെ മകൻ സ്വന്തം കടമ നിർവഹിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു. തഹവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറിയത് നയതന്ത്രപരമായ വിജയം മാത്രമല്ലെന്നും രാജ്യത്തെ ജനങ്ങളുടെ പകവീട്ടൽ കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്ദീപ് ഇരയല്ല, മരണത്തെ മുഖാമുഖം കാണുമ്പോഴും തന്റെ കടമ നിറവേറ്റിയ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. തിരിച്ചുവരവുണ്ടാകില്ലെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. മുംബൈയിലല്ലെങ്കിലും മറ്റെവിടെയെങ്കിലും രാജ്യത്തിനായി അവൻ ജീവൻ ത്യജിക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് നാം പ്രധാനമായും ശ്രദ്ധ നൽകേണ്ടത്. ഭീകരർ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും അതിലൂടെ നമുക്ക് പ്രതിരോധിക്കാനാവും. തഹവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കുന്നത് അല്പമെങ്കിലും ആത്മസംതൃപ്തി നൽകുന്നുണ്ടോ എന്ന ചോദ്യത്തോട് തീർച്ചയായും റാണ ഇന്ത്യക്ക് കൈമാറുന്നത് നയതന്ത്ര വിജയം മാത്രമല്ല, ഇന്ത്യക്കാരുടെ പകവീട്ടൽ കൂടിയാണ് എന്നായിരുന്നു സന്ദീപിന്റെ പിതാവിന്റെ വാക്കുകൾ. കുറ്റവാളിയെ ഇന്ത്യക്ക് കൈമാറുന്നതോടൊപ്പം അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 166 പേരുടെ കുടുംബങ്ങളോടുള്ള ഉത്തരവാദിത്വം പൂർത്തിയായി കണക്കാക്കുന്നതിന് സാധിക്കുമോ എന്ന ചോദ്യത്തിന് കേസിലെ മറ്റൊരു പ്രതിയായ കോൾമാൻ ഹാറ്റ്ലിയെയും ഇന്ത്യയിലേക്ക് എത്തിക്കണമെന്നും ഇവരൊക്കെ പണത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും വെറും ഉപകരണങ്ങളാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും യഥാർത്ഥ ബുദ്ധികേന്ദ്രങ്ങളെ കണ്ടെത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എത്ര വൈകിയാലും എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുമെന്നുള്ള വിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. മുംബൈയിലെ താജ് ഹോട്ടൽ ഭീകരാക്രമണം ഉണ്ടായതിനു പിന്നാലെ കോഴിക്കോട് സ്വദേശികളായ സന്ദീപിന്റെ നേതൃത്വത്തിൽ 10 കമാൻഡോകളടങ്ങിയ സംഘമാണ് അവിടെ എത്തിയത്. ഭീകരരുടെ വെടിവെപ്പിൽ പരിക്കേറ്റ സഹസൈനികരെ ഹോട്ടലിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള നടപടികൾക്ക് ശേഷം ഭീകരരെ സന്ദീപ് ഒറ്റയ്ക്ക് നേരിടുകയായിരുന്നു. ഭീകരരെ ഹോട്ടലിന്റെ വടക്ക് ഭാഗത്ത് എത്തിക്കാൻ സന്ദീപിനായെങ്കിലും ഒടുവിൽ വെടിയേറ്റ് വീഴുകയായിരുന്നു. സന്ദീപിന്റെ ധീരതയ്ക്ക് രാജ്യം അശോക ചക്ര ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മുംബൈയിലെ താജ് പാലസ് ഹോട്ടലിൽ നിന്നും തീവ്രവാദികളെ തുരത്താൻ NSG കമാൻഡോകളുടെ ഒരു സംഘത്തെ നയിക്കുന്നതിനിടയിൽ മേജർ ഉണ്ണികൃഷ്ണൻ മാരകമായി പരിക്കേറ്റുകയായിരുന്നു. 2009 ജനുവരി 26-ന് അദ്ദേഹത്തിന് സമാധാന കാലത്തെ ഏറ്റവും ഉയർന്ന ധീരതാ ബഹുമതിക്കുള്ള അശോക ചക്ര ലഭിക്കുകയും ചെയ്തു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.